ഓം ശാന്തി 1-5-2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് പരിധിയില്ലാത്ത സമ്പത്ത് എടുക്കുന്നതിന് വന്നിരിക്കുകയാണ്. ഇവിടെ പരിധിയുള്ള ഒരു കാര്യവുമില്ല. നിങ്ങൾ വളരെ ഉത്സാഹത്തോടെ ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ പഴയ ലോകം മറന്നുപോകും. നിരാകാരനായ ബാബ പരിധിയില്ലാത്ത ബാബയാണ്. പരിധിയില്ലാത്തത് അർത്ഥം ശരീരത്തിൻ്റെ പരിധിയിൽ നിന്ന് ഉപരിയാണ്. മാത്രമല്ല, നാം എന്താണോ ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചിരുന്നത് ആ പരിധികൾക്കും അപ്പുറത്താണ് ബാബ. അങ്ങനെയുള്ള ബാബയെ വളരെ സ്നേഹത്തോടെ ഉത്സാഹത്തോടെ ഓർമ്മിക്കണം. അങ്ങനെയെങ്കിൽ ഈ പഴയ ലോകം മറക്കുന്നത് സഹജമാകും. ലോകം പഴയത് തന്നെയാണ്, ജീർണിച്ചിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ മുന്നിൽ വരുമ്പോൾ അത് വളരെ തിളക്കമുള്ള ആർഭാടമുള്ളതായി തീരുന്നു. ഈ ആർഭാടത്തിലും തിളക്കത്തിലും പല കുട്ടികളും പെട്ടുപോകുകയും ചെയ്യുന്നു. എന്നാൽ ബാബയുടെ ഓർമ്മ നമ്മുടെ ഒപ്പമുണ്ട് എങ്കിൽ ഈ പുറമേയുള്ള ആർഭാടത്തിൻ്റെയും പരിധിയുടെയും അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ഈ ലോകത്തെ മറന്ന് ബാബയെ മാത്രം ഓർമ്മിച്ച് ബാബയിൽ നിന്ന് പരിധിയില്ലാത്ത സമ്പത്ത് പൂർണ്ണമായും എടുക്കാൻ സാധിക്കും. ചോദ്യം: ഏത് കാര്യം നിങ്ങൾ തുടർച്ചയായി തൻ്റെ ഉള്ളിൽ കറക്കി ഉറപ്പുള്ളത് ആക്കണം? ഉത്തരം: നമ്മൾ ആത്മാവാണ്. നമ്മൾ പരമാത്മാ ബാബയിൽ നിന്ന് സമ്പത്തെടുക്കുകയാണ്. ആത്മാക്കൾ കുട്ടികളാണ്, പരമാത്മാവ് പിതാവാണ്. ഇപ്പോൾ ബാബയുടെയും കുട്ടികളുടെയും മേള നടക്കുകയാണ്. ഈ കാര്യങ്ങൾ തുടർച്ചയായി ഉള്ളിൽ കറക്കി ഉറപ്പിക്കണം. എത്ര ആത്മാഭിമാനി ആയിക്കൊണ്ടിരിക്കുമോ ദേഹാഭിമാനം നശിച്ചു പോകും. സാധാരണ കുട്ടികൾ പഠിക്കുമ്പോൾ ഏതെങ്കിലും കാര്യം വളരെ നന്നായി ഓർമ്മിച്ചു വെക്കുന്നതിന് അത് പല പ്രാവശ്യം ഉരവിട്ട് പഠിക്കാറുണ്ട്. അതുമല്ലെങ്കിൽ എഴുതി പഠിക്കാറുണ്ട്. ഇങ്ങനെ തുടർച്ചയായി ഉരവിട്ട് അല്ലെങ്കിൽ തുടർച്ചയായി ഓർമ്മിച്ച് ആ കാര്യം നന്നായി തിട്ടപ്പെടുത്തിയെടുക്കുന്നു, ഉറപ്പുള്ളതാക്കി എടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയും ബാബ ഏത് കാര്യമാണ് പലപ്പോഴും തുടർച്ചയായി ഉരവിട്ട് അല്ലെങ്കിൽ കറക്കി ഉറപ്പിക്കാൻ പറയുന്നത്? ബാബ പറയുന്നു, നമ്മൾ ആത്മാവാണ്, പരമാത്മാ ബാബയിൽ നിന്ന് സമ്പത്തെടുക്കുകയാണ്. ഈ കാര്യങ്ങൾ പലവട്ടം ഉരവിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ കറക്കി ഇത് ഉറപ്പുള്ളതാക്കി എടുക്കണം. ആത്മാക്കൾ എന്നാൽ ബാബയുടെ കുട്ടികളാണ്. പരമാത്മാവാണ് ബാബ അല്ലെങ്കിൽ അച്ഛൻ. ഇപ്പോൾ പരമാത്മാവ് സൃഷ്ടിയുടെ അവസാന സമയത്ത് നമ്മൾ കുട്ടികളുമായി കൂടിക്കാഴ്ച നടത്താൻ വന്നിരിക്കുകയാണ്. ബാബയിൽ നിന്നാണ് നമുക്ക് സമ്പത്ത് ലഭിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലവട്ടം തുടർച്ചയായി ഉള്ളിൻ്റെ ഉള്ളിൽ കറക്കുന്നതിലൂടെ പതുക്കെ ഇത് ഉറപ്പുള്ളതായി മാറുന്നു. ഉറപ്പുള്ളതാകുക എന്ന് നാം ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിൽ പലവട്ടം പറയുന്നതിലൂടെ അത് ബുദ്ധിക്ക് പതുക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏത് നിമിഷം ബുദ്ധി പൂർണ്ണമായും മനസ്സിലാക്കുന്നുവോ അപ്പോൾ മുതൽ നാം ആത്മാഭിമാനിയായി തീരുന്നു. പക്ഷേ 63 ജന്മങ്ങളുടെ ശരീരബോധത്തിലിരിക്കുന്നതിനുള്ള ശീലം മാറ്റിയെടുക്കുന്നതിന് അത്രയും തന്നെ പരിശ്രമവും ആവശ്യമാണ്. എത്രത്തോളം ആത്മാഭിമാനി ആയിക്കൊണ്ടിരിക്കുമോ അത്രത്തോളം ദേഹാഭിമാനവും മാറും. ഗീതം: ആരാണോ പ്രിയപ്പെട്ടവൻ്റെ അടുക്കൽ അവർക്കെന്നും മഴയാണ്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. യോഗബലത്തിൻ്റെ ശക്തിയിലൂടെ തൻ്റെ കർമ്മേന്ദ്രിയങ്ങളെ ശീതളമാക്കണം, വശത്താക്കി വെക്കണം. ഈവൾ കാര്യങ്ങൾ കേൾക്കരുത്, കേൾപ്പിക്കരുത്.
ഏത് കാര്യം ഇഷ്ടപ്പെട്ടില്ലയോ അത് ഒരു കാതിൽ കൂടെ കേട്ട് മറ്റേതിൽ കൂടി മാറ്റിക്കളയണം. 2. ബാബയിൽ നിന്ന് പൂർണ്ണ സമ്പത്തെടുക്കുന്നതിന് സ്വദർശന ചക്രധാരി ആകണം. പവിത്രമായി തനിക്ക് സമാനം ആക്കുന്നതിനുള്ള സേവനം ചെയ്യണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, യോഗബലത്തിലൂടെ ശക്തി നിറയ്ക്കണം. ഈ ശക്തിയിലൂടെ കർമ്മേന്ദ്രിയങ്ങളെ ജയിക്കാൻ സാധിക്കും, അതിനെ ശീതളമാക്കാൻ സാധിക്കും, വശത്താക്കി വയ്ക്കാൻ സാധിക്കും. മോശമായ കാര്യങ്ങൾ ഒരിക്കലും കേൾക്കരുത്, മറ്റുള്ളവരെ കേൾപ്പിച്ചു കൊടുക്കുകയും അരുത്. ആരെങ്കിലും എന്തെങ്കിലും കാര്യം പറയുകയാണ്, അത് നമുക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയണം. അല്ലാതെ അവരുമായി വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, സ്വദർശന ചക്രധാരി ആകണം. സ്വദർശന ചക്രധാരി എന്നാൽ നമ്മുടെ യാത്ര എങ്ങനെയിരുന്നു, ഈ സൃഷ്ടിചക്രം എങ്ങനെയാണ് കറങ്ങിയത്, ഈ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യം എന്തായിരുന്നു എന്നത് നാം മനസ്സിൽ കറക്കിക്കൊണ്ടിരിക്കണം. ഇതിനെ മനനമെന്നും പറയുന്നു. ഇങ്ങനെ കറക്കുന്നതിലൂടെ സ്വദർശന ചക്രധാരിയാകുന്നു. സ്വദർശന ചക്രധാരിയാണ് ബാബയിൽ നിന്ന് പൂർണ്ണ സമ്പത്ത് എടുക്കുന്നത്. പവിത്രമാകണം, മറ്റുള്ളവരെയും തനിക്ക് സമാനം പവിത്രമാക്കുന്നതിനുള്ള സേവനം ചെയ്യണം. വരദാനം: മുരളിയുടെ നാദത്തിലൂടെ മായയെ സറണ്ടർ ചെയ്യിക്കുന്ന മുരളീധരനായി ഭവിക്കട്ടെ. മുരളികൾ ധാരാളം കേട്ടിട്ടുണ്ട്, എന്നാൽ ഇനി മുരളീധരനാകൂ. മായ മുരളിക്ക് മുന്നിൽ സറണ്ടറായി തീരണം. മുരളിയിലെ രഹസ്യങ്ങളുടെ നാദം സദാ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മായ സദാകാലത്തേക്ക് സറണ്ടറായി തീരും. മായയുടെ മുഖ്യ സ്വരൂപം കാരണത്തിൻ്റെ രൂപത്തിലാണ് വരുന്നത്. മുരളിയിലൂടെ കാരണത്തിൻ്റെ നിവാരണം ലഭിക്കും. അപ്പോൾ മായ സദാകാലത്തേക്ക് സമാപ്തമാകും. കാരണം തീരും, അർത്ഥം മായ തീരും. മുരളിയിലൂടെ നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നു, എല്ലാ വിഘ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുന്നു, എല്ലാ കാരണങ്ങൾക്കും നിവാരണം ലഭിക്കുന്നു. ഇങ്ങനെ കാരണങ്ങൾക്ക് നിവാരണം ലഭിക്കുകയാണെങ്കിൽ മായയെ സദാകാലത്തേക്ക് സമാപ്തമാക്കാൻ സാധിക്കും. മുരളിയുടെ രഹസ്യം നമ്മളുടെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കണം. മുരളിയെക്കുറിച്ച് ചിന്തനം നടത്തിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് നാം മുരളീധരനാകുന്നത്. ഇങ്ങനെ സദാ നമ്മുടെ ഉള്ളിൽ മുരളിയുടെ രഹസ്യങ്ങളുടെ നാദം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മായ സദാകാലത്തേക്ക് സറണ്ടറായി തീരും. കാരണം തീരുകയാണെങ്കിൽ മായയും തീരും. സ്ലോഗൻ: അനുഭവി സ്വരൂപരാകൂ, എങ്കിൽ മുഖത്ത് സന്തോഷത്തിൻ്റെ തിളക്കം കാണപ്പെടും. അനുഭവങ്ങളുടെ അതോറിറ്റിയാണ് ഏറ്റവും വലിയ അതോറിറ്റി. ആരാണോ അനുഭവി സ്വരൂപരായിട്ടുള്ളത് അവർക്ക് പൂർണ്ണ നിശ്ചയമുണ്ടായിരിക്കും. ലോകം മുഴുവനും മറുവശത്ത്, അവർ മാത്രം ഒരു വശത്ത് എങ്കിലും അവരൊരിക്കലും തോൽക്കില്ല. അവരിൽ നിശ്ചയത്തിൻ്റെ ആധാരത്തിൽ പുഞ്ചിരിയുടെ തിളക്കം കാണപ്പെടും. ഓം ശാന്തി.